ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ മഗ്ദലേന മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വത്തിനുടമയാണ് മഗ്ദലേന മറിയം. ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്ന പാപിനിയായ സ്ത്രീയുമായും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്ന പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായും പലപ്പോഴും മഗ്ദലേനെ നമ്മൾ കൂട്ടിക്കലർത്താറുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു അബദ്ധധാരണയാണിത്. ബൈബിളിൽ ഒരിടത്തും അവളെ പാപിനിയായ സ്ത്രീയുമായി ചിത്രീകരിക്കുന്നില്ല. ഡാവിഞ്ചി കോഡ് പോലെയുള്ള നോവലുകളിൽ അവളെ മറ്റൊരു തരത്തിലായിട്ടാണ് ചിത്രീകരിക്കുക. എന്നാൽ ലൂക്കയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു അവളിൽ നിന്നും 7 ഭൂതങ്ങളെ, പിശാചുക്കളെ പുറത്താക്കി സൗഖ്യമാക്കിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. അത് അവളുടെ ശാരീരികമോ മാനസികവുമായ രോഗാവസ്ഥയായി നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു മഗ്ദലേന മറിയം. യേശുനാഥൻ സുവിശേഷ പ്രഘോഷണവുമായി ചുറ്റി സഞ്ചരിച്ചിരുന്ന സമയത്ത് യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന സ്ത്രീകളിൽ മഗ്ദലേന മറിയവും ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹവും യേശുവിനോടുള്ള ഏറ്റവും അകമൊഴിഞ്ഞ പ്രതിബദ്ധതയുമാണ് അവളെ യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടിപ്പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശിൽ തറയ്ക്കുന്ന സമയത്തും കല്ലറയിൽ അടക്കുന്ന സമയത്തും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കാണുന്നതും എല്ലാം മഗ്ദലേന മറിയമാണ്. ആ സന്തോഷ വാർത്ത മറ്റുള്ളവരെ അറിയിക്കുവാൻ യേശു അവളെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവിൻ്റെ ഏറ്റവും ആദ്യത്തെ ശിഷ്യ, സുവിശേഷ ദൗത്യവുമായി പുറപ്പെട്ട ഏറ്റവും ആദ്യത്തെ അപ്പോസ്തലയും മഗ്ദലേന മറിയം തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്ന വിശേഷണം അവൾക്ക് ഫ്രാൻസിസ് പാപ്പ നൽകുകയും ചെയ്തു. അങ്ങനെ ദൈവസ്നേഹത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു വ്യക്തിത്വത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. എത്ര തീക്ഷ്ണമായിട്ടാണ് അവൾ അവളുടെ വിശ്വാസത്തെ തന്നെ പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ ഒന്നാം വായന ഉത്തമഗീതത്തിൽ നിന്നാണ്. ഉത്തമഗീതം ബൈബിളിലെ പുസ്തകമായിട്ടും അതിൻ്റെ ആത്മീയാർത്ഥം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും അതിനെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക്. സഭകളിലോ കുടുംബ പ്രാർത്ഥനകളിലോ ഈ പുസ്തകം പരസ്യമായി പലപ്പോഴും വായിച്ചു കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസികൾക്ക് പരിചിതവുമല്ല. പാരമ്പര്യമനുസരിച്ച് യഹൂദ യുവാക്കളിൽ ഈ പുസ്തകം വായിക്കുവാൻ പാടില്ലെന്ന വിലക്ക് പോലും ഉണ്ടായിരുന്നു അത്രേ. എന്നാൽ അതിൽ ഏറ്റവും കാവ്യാത്മകമായി ദൈവ മനുഷ്യ സ്നേഹത്തെയാണ് വർണ്ണിച്ചു വെക്കുക. ഒരു അന്വേഷണമാണ്. എൻ്റെ പ്രാണപ്രിയനെ കണ്ടുപോയെന്ന് മഗ്ദലേന മറിയം യേശുവിനെ അന്വേഷിച്ച് തിരിച്ചതുപോലെയുള്ള ഒരു അന്വേഷണം. ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തെ നിരന്തരം ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരിടമാക്കി മാറ്റണം. അവിടെയാണ് യേശു ഇടപെടുന്നത്. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള യേശുവിൻ്റെ ചോദ്യമുണ്ട് മഗ്ദലേനയോട്. അത് യേശുവിനെ അന്വേഷിച്ചിറങ്ങുമ്പോഴുള്ള വേദനയും നിരാശയും നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവൻ നമ്മുടെ കണ്ണീരൊപ്പമെന്ന്. ആണിപ്പഴുതുള്ള കരങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട് നമ്മുടെ വേദനകൾക്ക് ആശ്വാസം നൽകുമെന്നുള്ള ഉറപ്പും ബോധ്യവുമാണ്. മഗ്ദലേന മറിയം യേശുവിനെ അന്വേഷിച്ചതുപോലെ നമുക്കും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. പ്രതീക്ഷയറ്റുപോയെന്ന ഇടങ്ങളിലൊക്കെയും പ്രതീക്ഷ നൽകുന്ന വ്യക്തിയാണ് യേശുനാഥൻ. തെറ്റിദ്ധരിക്കപ്പെട്ട് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും യേശുവിൻ്റെ ചേർത്ത് പിടിക്കലുണ്ട്. അത് മഗ്ദലേന അനുഭവിച്ചിട്ടുമുണ്ട്. മഗ്ദലേന മറിയത്തെ പോലെ യേശുവിൻ്റെ സാന്ത്വനം, സ്നേഹം, കാരുണ്യം നമുക്കും സ്വീകരിക്കാം. ഈ തിരുനാളിൻ്റെ എല്ലാവിധങ്ങളായ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ആമീൻ.